വലിയ സ്വപ്നങ്ങൾ നിറം പകരാനുള്ള മിടുമിടുക്കിയിലേക്ക് സ്വാഗതം. ഇത് മൈ ജി പ്രസൻസ് മിടുമിടുക്കി പവർഡ് ബൈ ഈസ്റ്റേൺ ഷോർ ദ ലേണിംഗ് ആപ്പ്. സ്പെഷ്യൽ പാർട്ണർ കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ്. അസോസിയേറ്റ് സ്പോൺസർ ജെ സ്പൈസസ് ആൻഡ് ഫുഡ്സ്. ടാലന്റ് പാർട്ണർ മിഥില ആർട്സ്. നോളജ് പാർട്ണർ ഫ്യൂട്ടൻ പ്രൊഫഷണൽസ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ഹോസ്പിറ്റാലിറ്റി പാർട്ണർ ഹോളിഡേ ഇൻ കൊച്ചിൻ. Costume partner Vevora and in association with Beyond Pink app. മിടുമിടുക്കിയുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം വഹിയ. എൻ്റെ പേര് ബഹിയ ഫാത്തിമ. ഞാൻ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ LKG-യിലാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് GK ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേജിൽ കാണാം. ബഹിയ. ഹലോ. ഹലോ. ഹായ്. ദേ അവിടെ ഒരു ഹായ് പറഞ്ഞു. ഹായ് പറ. ഹായ്. ഏത് ക്ലാസ്സിലാ? LKG. LKG-യിലാണോ? ക്ലാസ് ടീച്ചറിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി ആരാ? മുത്തേ, ഇവിടെ വാവേ, അവിടെ ആ സൈഡ് നോക്ക്. മുത്തേ, എന്റെ മുത്തിന് പറ്റിയേ. മുത്ത് എന്താ മിണ്ടാണ്ടിരിക്കണേ? മുത്തിന് ആരെങ്കിലും പേടിപ്പിച്ചോ? ഇല്ല. പിന്നെ എന്ത് മിണ്ടായിരിക്കണേ പേടിച്ച പോലെ? മുത്തിന് പേടിയുണ്ടാ? ഇല്ല. ഞാൻ എന്നിട്ട് ഓടി വന്ന ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ? അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കായി. നീ അവിടെ ഒറ്റയ്ക്ക് നീ എന്റെ പടി വന്നിരുന്നോ? എന്നെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടു? സിനിമയിലെ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ട്. ഏത് സിനിമയിലാണ് നീ എന്നെ കണ്ടത്? അത് പറ. തട്ടിമുട്ടിയില്. സിനിമയല്ലല്ലോ. ഇഷ്ടാണോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ല, ഏറ്റവും ഇഷ്ടാരിയാ എന്നെയാണ്. മടിയിൽ ഇറക്കി അങ്ങനെയൊന്നും ഇറക്കി വിടൂല. അന്റെ ഇഷ്ടല്ലേ? ഇഷ്ടം. എപ്പോഴും കാണോ? കാണും. ചിരിക്കാൻ അറിയോ? അറിയാം. ചിരിച്ചേ. അവളുടെ മനസ്സിലും അവളുടെ ബ്രെയിനിലും ഒരു ലോഡ് കാര്യങ്ങളാണ്. നമ്മളെ പോലെ ബ്ലാങ്ക് അല്ല, അതാദ്യം മനസ്സിലാക്കണം. പാത്തുമ്മയാണോ? പാത്തുമ്മയുടെ അച്ഛൻ എന്താ ചെയ്യണേ? താറാവ്. ഉപ്പ താറാവാണോ? താറാവ് ബിസിനസ്സാ? എവിടെ? വീട്ടിൽ തന്നെ. എവിടെ വീട്? കുളത്തൂപ്പുഴ. ഒരു മിനിറ്റ്, മോള് പഠിക്കുന്ന സ്കൂളിൽ ഒരു 5 മിസ് ഉണ്ടോ? എന്റെ ചേച്ചിയാ. 5 വന്നപ്പോഴേ പറഞ്ഞു വിട്ടിട്ടുണ്ട് മോളെ, നീ അവളുടെ അടുത്ത് കൂടുതൽ അടുക്കരുത്. 5 മിസ് പഠിപ്പിക്കുന്നുണ്ടോ? പറഞ്ഞില്ലേ? പറഞ്ഞെന്ന്. സൂപ്പർ. ഒരു മകത്തെ. എവിടെ ഉമ്മ വേണം? എവിടെ വേണ്ടേ? കൺമണി കുഞ്ഞിനു പൊട്ടുകുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാമുകിലേ നീയാലോലം. അപ്പൊ അവിടുന്ന് കുറച്ച് എനർജി കിട്ടി കൊച്ചിന്. ഉമ്മ എന്തിയേ? മോളിവിടെ എന്താ പെർഫോം ചെയ്യാൻ പോണേ? GK ആണ്. മനസ്സിലെ കൊച്ചെന്താ മിണ്ടാണ്ടിരുന്നെന്ന്. ജനറൽ നോളജ് പടായം പോണ കേട്ടോ. നമ്മൾ ഇടപെടണ്ട. വേണ്ട. മഞ്ജു ചേച്ചി ഏറ്റെടുത്തോ? മഞ്ജു ചേച്ചി. അതെ, നമുക്ക് പെർഫോം ചെയ്താലോ മുത്തേ? പേടിയൊന്നുമില്ലല്ലോ. നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കടുകട്ടി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചേച്ചി? ആർക്കൊക്കെയാണ് ജ്ഞാനപീഠം അവാർഡ്സ് കിട്ടിയത്? G. ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മക്കളെ, പാത്തു
പ്ലാനറ്റ്സ് ഏതൊക്കെയെന്നറിയോ? അറിയാം. പറഞ്ഞേ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഞാൻ കൺട്രീസിന്റെ പേര് പറയാം. എന്റെ ക്യാപിറ്റൽ പറയോ? ബെൽജിയം, ബ്രസൽസ്, ചിലി, സാന്റിയാഗോ, ഇറ്റലി, റോം, കാനഡ, ഒട്ടാവ, ഖത്തർ, ദോഹ, പോർച്ചുഗൽ, ലിസ്ബൺ, പെറു. ലിമ. ഞാൻ എന്നൊരു കടുകൊട്ട ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കോണ്ടിനെന്റ്സ് പറയാവോ? ഏതൊക്കെയാ? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. ബ്രില്യൻ, അടിപൊളി കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ത്യൻ ചോദിക്കാം? പ്രസിഡന്റ്സിന്റെ ലിസ്റ്റ് പറയാവോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, വി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ റെഡ്ഡി, യാനി സേൽ സിംഗ്, ആർ വെങ്കട്ടരാമൻ, ഡോക്ടർ ശങ്കർ റിയാൽ ശർമ്മ, KR നാരായണൻ, APJ അബ്ദുൽ കലാം, സുബ പാട്ടീൽ, പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻസ്? എനിക്ക് പാർവതിയുടെ ഒരു ക്വസ്റ്റ്യൻ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ചോദ്യമാണ്. കർണാടകയുടെ ക്യാപിറ്റൽ എന്താ? അറിയില്ല. ബാംഗ്ലൂരു. അതാണ് പഠിക്കും. കൊച്ചെവിടെ ഉള്ളപ്പോ പിന്നെ എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ബഹിയക്കുട്ടി ഒരു പാട്ട് പാടുവോ? പാടിക്കോ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കും നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറക് ചെറുതിളക്കി നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല. ചക്കരെ മോനെ, ഇത് കവിതയാണോ പാട്ടാണോ? കവിത. കവിതയാണ്. സൂപ്പർ, അടിപൊളി. മോളെ വീട്ടിലായിരിക്കാ ഉള്ളേ? അച്ചുക്ക, ആ, ജാതുക്ക, മമ്മ, ആക്ക. അതൊക്കെ അറിയാം. അച്ചുക്ക, ജാദുക്കാക്കെ കമാരി. ഇക്കമാരാണോ? ബ്രദേഴ്സ്. കൊള്ളാം. എന്നെ സ്കൂളിന്റെ പേരെന്നാ? ഗുഡ്ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ. അപ്പൊ ശരിക്കും പറഞ്ഞല്ല 5 മിസ്സിനെ അറിയാന്ന്. ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. അടിപൊളി. കൊള്ളാം, മിടിക്കേട്ടോ. ആരാവണമെന്ന് ആഗ്രഹം വലുതാവുമ്പോ? IPS. IPS സൂപ്പറാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു IPS ആവണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ ഇരിപ്പിലും സംസാരത്തിലൊക്കെ ഒരു IPS ലുക്ക് ഉണ്ട്. നോക്ക്. അതെ അതെ, ഇങ്ങനെ അല്ല, സാധാരണ ചെറിയ പെൺകുട്ടികൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹം പറഞ്ഞു കേട്ടിട്ടില്ല. IPS പറഞ്ഞിട്ടുണ്ട്. ഓ, പക്ഷെ എനിക്ക് സാധിക്കാതെ പോയ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോൾ എന്തായാലും ആണോ, എന്ത് വന്നെന്ന് പറഞ്ഞാൽ എന്ത് തടസ്സം ഉണ്ടെന്ന് പറഞ്ഞാലും മോൾ എഴുതി എടുത്തോണം സിവിൽ സർവീസ് കേട്ടോ. ചേച്ചി, ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി ചേച്ചി. സാധാരണ നമ്മൾ ഉത്തരവല്ലേ കോപ്പി അടിച്ചിട്ടുള്ളത്, ഒരുത്തൻ ചോദ്യം കോപ്പി അടിക്കുന്നു. അല്ലല്ലേ, ഞാൻ ചോദിക്കാനുള്ള ചോദ്യമൊക്കെ അവിടുന്ന് ഒരു തല മുതൽ തുടങ്ങി. അവസാനം ഞാൻ പാട്ടിൽ പിടിച്ചു. ഓ, പാട്ടില്ലായിരുന്നെങ്കിൽ അവരൊന്നും ഈ മോൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചേച്ചിയോട് ചോദിക്കും. അങ്ങനെ GK ചോദിക്കരുത്, ഈ കഥ തന്നെ ചോദിച്ചോളൂ മോള്. എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാട്ടോ. ഏതെങ്കിലും ഒക്കെ ചോദ്യം ചോദിച്ചോളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. പറയാനേ അറിയുള്ളൂ, ചോദിക്കാൻ. ക്ലാസ്സിലെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പോയി GK ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോ? ഇല്ല. മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ഇഷല്, സമാവിയ, ജിസ്ല. 3 പേരുണ്ട്. ഭാവി ഇതൊക്കെ എങ്ങനെയാ ഓർത്തിരിക്കുന്നത്? ഇതെങ്ങനെയാ പഠിക്കുന്നേ? ഇത് മമ്മ എന്നെ പഠിപ്പിച്ചിരുന്നു. മമ്മയാണോ പഠിപ്പിച്ചിരുന്നേ? അപ്പൊ മമ്മ എന്നാ ബുദ്ധിജീവിയാന്ന് ആലോചിക്കേ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ ആൽബത്തിന്റെ പേര് പഠിപ്പിച്ചു. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ ഇത്? ആണോ? എല്ലാ ദിവസവും ഇന്ന ഇത്ര ടൈം ഒക്കെ വെച്ചിട്ടുണ്ടോ പഠിക്കാൻ? ടൈം ടേബിൾ പോലെ ഉണ്ടോ? എല്ലാ ദിവസവും പഠിക്കുന്ന മണിക്കൂർ ഇത്ര മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? ആണ്. ബുക്സ് ഒക്കെ വായിച്ചു തുടങ്ങിയപ്പോഴേ ആണ്. ഇതിനെ എനിക്ക് വേണം, എന്റെ മുത്താണത്. ബഹിക്ക് ആരുടെ കൂടെ പോണം? ആ 3 പേരിൽ ആരുടെ കൂടെ പോണം? ചേച്ചിയുടെ. അതെന്താ എലീന ചേച്ചിയുടെ കൂടെ പോണെന്ന് പറഞ്ഞേ? എനിക്ക് ആദ്യമേ എലിയൻ ചേച്ചിയുടെ കൂടെ പോവാൻ ഇഷ്ടം. ഞാൻ ചോദിച്ചു, എന്റെ മനസ്സിൽ ടെൻഷൻ. എനിക്ക് ആദ്യം എലീന ചേച്ചി അറിയായിരുന്നു എന്ന് പറഞ്ഞ് ദൈവം എത്തിയിരുന്നു. ഞാനും അതാ പ്രതീക്ഷിച്ചത്. എല്ലാരും ശ്രദ്ധിച്ചോട്ടാ, കുട്ടി IPS ഒക്കെയാണ് കേട്ടാ. ഞാൻ ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് പഠിക്കും. മോളെ ഞാൻ വരട്ടെ, എല്ലാരും അക്സെപ്റ്റ് ചെയ്തു. ഒരു കൈ താങ്ക് യു. കൊച്ചു മിടുമിടുക്കി മിടുക്കി മിടുമിടുക്കി ഇവൾ നാടിനു തുണയായി പുതുതലമുറയായി മിടുക്കി മിടുമിടുക്കി
Q10 പ്രൊഫഷണൽസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ഗിഫ്റ്റ്. മിടുമിടുക്കി ഇവൾ നാടിനു പിങ്ക്സ് ആൻഡ് ബ്ലൂസ് ടോയ് സ്റ്റോറിന്റെ ഒരു ഗിഫ്റ്റ്. വോഗീസ് മൂലൻ ഗ്രൂപ്പ് ജെ സ്പൈസസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ചോക്ലേറ്റ് കിട്ടിയേ. ഓക്കെ, കൊറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഹാപ്പി ആയോ? ഇനിയും കൊറേ പഠിക്കണം കേട്ടോ GK. എന്നിട്ട് എലിനി ചേച്ചിനെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മള് വലുതായിട്ട് ഒരു IPS ഓഫീസർ ആയിട്ട് വരും. അതെ. എന്നിട്ട് നമ്മൾ സല്യൂട്ട് ചെയ്യും അല്ലേ? എങ്ങനെയാ സല്യൂട്ട് ചെയ്യണം? എങ്ങനെയാ സല്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ട് അറിയോ? സല്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ അറിയോ വാവയ്ക്ക്? എങ്ങനെ വിടുന്നില്ല കേട്ടോ. എന്തെന്നിട്ടും ഇത് വിടുന്നില്ല. അപ്പൊ നമുക്ക് പോവാം. നമ്മള് സല്യൂട്ട് നമ്മൾ പഠിച്ചിട്ട് അടുത്ത തവണ വരുമ്പോ നമ്മൾ സല്യൂട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാരും ചിരിച്ചു കാണിച്ചാ. ഇവൾ നാടിനു തുണയായി പുതുതലമുറയായി. 2 minutes 20 secondsലെ 82 മാമൽസിന്റെ പേര് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് നമ്മുടെ ശിവകുമാർ. Which is our country? ഇന്ത്യ. Father of our nation. ഗാന്ധിജി. Longest wall. വലോ ചൈന. Hello, China. പാട്ട് പാടുവോ? പാട്ട് പാട്. എന്നൊരു പാട്ട് പാടിക്കേ. പാട്ട് പാടൂല. മിടിമിടിക്കിയുടെ അടുത്ത കണ്ടസ്റ്റന്റ് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ശിവ. എന്റെ പേര് ശിവ. എന്റെ പേര് പല്ലൂച്ചി. ഞാൻ മിടുമിടുക്കിയുടെ GK ചെയ്യാൻ പോണേ. ശിവക്കുട്ടി, ഹലോ. എന്താ? എന്താ സുഖാണോ? ഫുഡൊക്കെ കഴിച്ചോ? എന്താ കഴിച്ചേ? അറിയില്ല. അറിയില്ലേ? എന്താ കഴിച്ച? എന്നാലും ഒന്ന് ഓർത്ത് നോക്കിയേ. ഇഡലി. ഞാൻ ഗ്രൂമിങ്ങിന് വെച്ചപ്പോൾ അവൾ ഇഡലി എന്നാ പറഞ്ഞത്. ഇപ്പോഴും ഇഡലി വിട്ടില്ലേ? ഇത് ചോറുണ്ടായിരുന്നില്ലേ? ചോറുന്നില്ല. ചോറൊന്നും ഇല്ലേ? ഇതെന്തേ ബാഡ്ജ് കുത്തിയേക്കുന്നേ? കുത്തി. അവൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിട്ടുണ്ട്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിട്ടുണ്ട്. എത്ര വയസ്സുണ്ട് മോക്ക്? എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. പിന്നെ 2 minutes 20 secondsലെ 82 മാമൽസിന്റെ പേര് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് നമ്മുടെ ശിവകുട്ടി. അല്ലേ ശിവകുട്ടി? എന്തെന്നിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നേ? അറിയില്ല. ഇവരൊക്കെ അറിയോ? ഇതൊക്കെ ആരാന്നറിയോ? അറിയില്ല. ആ ചേച്ചിനെ അറിയോ? അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി അറിയില്ലേ? പേരെന്താന്ന് ചോദിക്കേ. പാട്ട് പാടുവോ? പാട്ട് പാടൂല. കള്ളി പാട്ട് പാടും, എനിക്കറിയാം. ഇത് ആരെങ്കിലും മുടി കെട്ടി തന്നേ? അമ്മ. അമ്മയോ? നല്ല രസമുണ്ട് കേട്ടോ. ചക്കരെ ഗായത്രി മന്ത്രം ചൊല്ലാൻ അറിയില്ലേ? അറിയാ. ഒന്ന് ചൊല്ലിക്കേ, ആന്റി കേക്കട്ടെ. ഓം ബൂം ബുബസ സത്തവിത്തുമകേന വളകുദേവസിതി മഗീതിയോണ പെച്ചതയ. ചക്കര മുത്തുമ്മ. കുഞ്ഞിനെ ഇതൊക്കെ പറഞ്ഞിരുന്നാരാ? അമ്മ. അമ്മയാണ്. അമ്മ വന്നോ? അമ്മ വന്നിട്ടുണ്ട്. അമ്മയെ നമുക്ക് വിളിച്ചാലോ? അമ്മ, അമ്മേന്ന് വിളിച്ചേ. അമ്മ, അമ്മ. മോളു ആന്റി ചോദിക്കട്ടെ ഫസ്റ്റ് ചോദിക്കട്ടെ. വിച്ച് ഇസ് our country? ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാ കണ്ണാ? ഡൽഹി. ഇംഗ്ലീഷ് ചോദിക്കണം. ഫാദർ ഓഫ് ആ നേഷൻ? ഗാന്ധിജി. അതാണ് അവർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. നാഷണൽ എംബ്ലം. അശോക ചക്ര. നാഷണൽ മോട്ടോ. സത്യസേവ ജയതേ. നാഷണൽ ആന്തം ഏതാ? ജനഗണമന. അപ്പൊ പിന്നെ നാഷണൽ സോങ് അറിയായിരിക്കും. വന്ദേ മാതരം.
വന്ദേ മാതരം. വന്ദേ വന്ദേ മാതരം. മാതരം. നമ്മുടെ നാഷണൽ കലണ്ടർ ഏതാ? ക്യാപിറ്റൽസ് ചോദിക്കുന്നു സൂരജ്. ക്യാപിറ്റൽസ് ചോദിക്കാം നമുക്ക്. ബഹ്റൈൻ, ബ്രസീൽ, അടിപൊളി. ചിലി, സാന്റിയാഗോ, വെരി ഗുഡ്. അഫ്ഗാനിസ്ഥാൻ, കാബുൽ, ഓ കാനഡ, ഒട്ടാവ, ലാർജസ്റ്റ് കോണ്ടിനെന്റ്, ഏഷ്യ, ഗുഡ്. ശിവക്കുട്ടി വലിയൊരു കയ്യടി. അടിപൊളി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്നും വാങ്ങിച്ചതിൽ ഒരു അത്ഭുതം. എടാ ഈ മെഡൽ ആക്ച്വലി അതാണോ, അത് ബാഡ്ജ് ആണോ, എന്താ അത്? അത് വെറുതെ വെച്ചേക്കുന്നതാണോ, അത് റെക്കോർഡ്സിന്റെ എന്തെങ്കിലും കിട്ടിയ ബാഡ്ജ് ആണോ വെച്ച്? ആണോ റെക്കോർഡ്സിന്റെ? ഈ മിറർ റൈറ്റ് എന്താണ്? മോളെ ആൽഫബറ്റ്സ് എല്ലാം മിറർ റൈറ്റിംഗിൽ എഴുതുമായിരുന്നു. അതെന്താണ് മിറർ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തല തിരിച്ചേ മിററിൽ എങ്ങനെയാണോ മിററിൽ കാണുന്നത്? കാണിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരും. നമ്മള് ബാക്ക്വേർഡ് ആയിരിക്കും എഴുതുന്നത്. മിററിലേക്ക് കാണിക്കുമ്പോ യു കെൻ റീഡ്. വരുന്നോ? അതങ്ങനെ ചെയ്യുമായിരുന്നു. സൂപ്പർ. ഒരു കുഞ്ഞു പാട്ട് പാടിത്തരുമോ? ABCD, ആ പാടിക്കോ. ABCD, EFG HIJK LMNP RST UVW XYZ. സൈനോർ ചേച്ചി ഓ പറയൂ. വേറൊരു പാട്ട് പാടുവോ? നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലോ? അത് പൊളിക്കും. ചേച്ചി പാട്ട് പാടും. നിങ്ങൾ ഒരുമിച്ച് പാടും ഒരു പാട്ട്. അന്ന് സൈനോർ ചേച്ചി ഒരു പാട്ട് പാടി കൊടുക്കാം. കഴിച്ചിന് കുഞ്ഞളാന്റെ വീട്ടില് പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്. എവിടെയാന്നപ്പാ പോയിന് എന്തെന്നപ്പാ കഴിച്ചിന്, കുഞ്ഞളാന്റെ വീട്ടില് പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കുടുക്കാച്ചി ബിരിയാണി. എവരിബഡി നൗ അത് പാടുതാ. ഇഷ്ടായോ? പാട്ട് ഇഷ്ടായോ? സൂപ്പറാന്ന് പറ ചേച്ചി എടുത്ത്. മഞ്ജു ചേച്ചി എന്തോ പറയ് കൊച്ചിനെ പറ്റി. കൊച്ചിനെ പറ്റി എന്ത് പറയാനാ? 3 വയസ്സുള്ള ഒരു ചിമിട്ട്, ഒരു പൊടുക്കിപ്പീട് അത്രയും വലിപ്പമുള്ള ഒരു സാധനമാണ് അവിടെ ഇരുന്നിട്ട് നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ ഈ പറയുന്നത് അധിക പ്രസംഗമായി പോവില്ലേ കുട്ടി? ഈ 3 വയസ്സിലൊക്കെ ഈ ഓർമ്മ, ഈ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബ്രെയിനിന് അത് നല്ലതാണ്. ഞാനൊക്കെ ഈ പ്രായത്തില് മണ്ണപ്പറ്റി വിട്ട് കളിക്കാൻ ആണോന്ന്, അതുപോലും ആണോന്ന് എനിക്ക് സംശയമാണ്. അനൂപ 3 വയസ്സിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ട്? ഞാൻ MBBS ഫൈനൽ ഇയർ that was 3 വയസ്സിൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു 3 വയസ്സിലൊക്കെ. സത്യം ഓർമ്മയില്ല. അങ്ങനെയുള്ളതിൽ പറയുമ്പോഴത്തേക്ക് ശരിക്കും ഇതൊരു ഒരു ഒരു ദൈവത്തിന്റെ നോമിനൽ ഒരു ഇതാണ് സത്യം പറഞ്ഞ ശിവ ചെയ്യുന്നത്. എത്ര വയസ്സ് മുതൽ സംസാരിക്കുമായിരുന്നു ശിവ? 2 വയസ്സ് 2 വയസ്സ് തൊട്ട് സംസാരിക്കായിരുന്നു. അപ്പോഴേ ഇത് ഇങ്ങനെ എന്തുകൊണ്ടാണ് കുട്ടിയെ ഇങ്ങനൊരു സംഭവത്തിലേക്ക് തിരിച്ചുവിടാനുള്ള കാരണം? മോള് നമ്മളിങ്ങനെ ബുക്കിൽ നോക്കിയിട്ട് ആനിമൽസിന്റെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവള് പറയുമെന്ന് എനിക്കറിയില്ല. കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ താനെ ശിവ തന്നെ പറയുമല്ല. അപ്പം അങ്ങനെയാണ് ഓരോന്ന് പഠിപ്പിച്ച് തുടങ്ങിയത്. പിന്നെ ഈ മിറർ റൈറ്റിംഗ് എഴുതാൻ തുടങ്ങിയപ്പോഴും അതെന്താന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ഫസ്റ്റ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലോട്ട് അപ്ലൈ ചെയ്യണത്. എന്തായാലും മോള് വലിയ ഒരു അറിയപ്പെടുന്ന, എന്താ പറയണ്ടേ, എനിക്ക് ഇവള് ഏത് തലത്തിലേക്ക് പോകുന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. കുഞ്ഞല്ലേ ഇവള്, അങ്ങ് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുള്ളൂ. മനസ്സാ ഇതിനെപ്പറ്റി ഇപ്പൊ എന്താ പറയാ? കാരണം ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ്, എന്താ ഈ റെക്കോർഡ്സിലൊക്കെ പേര് വരിക എന്ന് വെച്ചാൽ അതൊക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. ഒരാളുടെ ഒരു 20 years 10 years ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിപ്പോൾ 3 years തന്നെ, അതും സംസാരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമേ ആയുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കാണിച്ച് ജിവയുടെ അടുത്ത് ഒന്നും പറയാനില്ല. മീൻ യു ആർ അമേസിങ്. അപ്പോൾ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ. ഈ സ്ട്രെങ്ത്തും കോൺസെൻട്രേഷനും ഒക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. സൈനോരി ആയാലും മമതാ ബാനർജിയുടെ അനിയത്തി ആയാലും മാനസി പറഞ്ഞതുപോലെ തന്നെ മമതാ ബാനർജിയുടെ അനിയത്തിയല്ലേ?
അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ മോള് പറഞ്ഞൊരു കാര്യം അത്ഭുതമാണ്. ഒരു വാക്ക് നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയാം. ബൈക്കിൽ എഴുതിയിട്ടുണ്ട്, മിടുമിടുക്കിയാണ്. യെസ്, കേട്ടോ ചേട്ടൻ പറഞ്ഞത്? ശിവക്കുട്ടി മിടുമിടിക്കാന്ന്. ആരാന്ന്? എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇവൻ അടിച്ചെടുത്ത് എപ്പോഴേ. അതെ, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. വേറെ എന്ത് പറഞ്ഞാലും കൊച്ചിന് ആരെ ടീമിലാ ചോദിക്കേ? ആരുടെ ടീമിലാ പോണ്ടേ? ഇവര് മൂന്നുപേരിൽ ആരുടെ ടീമിലാ പോണ്ടേ? ഞങ്ങള് സൂര്യചേട്ടന്റെ ടീം എന്നാ പറയുള്ളൂ. മോളെന്താ പറയുന്നത്? ആരാ? പറ. അത് ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു. അവിടെ ഓടി വന്ന് തൊട്ട് കാണിക്കും. ഓടി വന്ന് തൊട്ട് ഓടിച്ചെന്ന് തൊട്ട് കാണിക്കും. മാനം മീതെ വിരിയുന്ന മഴവില്ലിനിടയിലെ മായിക ലോകത്തിൻ അതിപഴയൊരു പടം പൊഴിച്ചിതളുകൾ വിരിയുന്ന ശലഭങ്ങളാകനാ. എടാ സൂരജ്, നിന്റെ ടീമില് ഒരു റെക്കോർഡുള്ള ഒരു കൊച്ചു വിത്ത് ബാഡ്. രണ്ടെണ്ണം അല്ലേ? 3 റെക്കോർഡ്. 3 റെക്കോർഡ് കളിയല്ല. അതാ പറഞ്ഞ ഇപ്രാവശ്യം നീ സ്കോർ ചെയ്ത്. എന്തായാലും വെയിറ്റ് ഉണ്ടെന്ന് നോക്കിക്കോട്ടെ. ഞാൻ വെയിറ്റ് ഉണ്ടോ നോക്കട്ടെ. അതിന്റെ കുറച്ച മെഡലിന്റെ കേട്ടോ. ഇത്രേ ഉള്ളു ആള്. മാളുട്ടിയെ പോലെ ഉണ്ടല്ലേ? ഇല്ലേ? ആരെ പോലെയാ? ഞങ്ങള് മാളൂട്ടിന്ന് വിളിക്കട്ടെ. ഇനി മിടുമിടുക്കിയിലെ മാളൂട്ടിന്ന് വിളിക്കട്ടെ. ശിവകുട്ടിക്ക് ഗിഫ്റ്റ് വേണോ? വേണം പറ. വേണോ? ഗിഫ്റ്റ് എടുത്തിട്ട് വരാട്ടോ. വിങ്സ് ആൻഡ് ബ്ലൂസ് ടോയ് സ്റ്റോർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഞങ്ങളുടെ ശിവക്കുട്ടിക്ക്. നാടിനു തുണയായി പുതുതലമുറയാ മിടുക്കി മിടുമിടുക്കി മിടുക്കി കൊച്ചു മിടുമിടുക്കി മിടുക്കി മിടുമിടുക്കി ഇവൾ നാടിനു തുണയായി പുതുതലമുറയായി. നമ്മുടെ മിടുമിടുക്കി കുട്ടികളുടെ പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ട് വളരെ നല്ല റിവ്യൂസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും മിടുമിടുക്കികളായിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.